ഈ വീഡിയോ എന്ന് പറഞ്ഞ ഒരു Q&A ആണ്. ലൈക്ക് എനിക്ക് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസേഴ്സ് ആണ്. അതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻ്റെ പേര് ഇന്ദുലക്ഷ്മി എന്നാണ്. INDHULAKSHMI. എൻ്റെ ഇൻസ്റ്റാ ഐഡിയും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേരിട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഇന്ദുലക്ഷ്മി എന്ന് പറഞ്ഞ പണ്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ വീഡിയോസ് ഒന്നും ഇട്ടില്ല, വളരെ കുറച്ച്. അപ്പോൾ പിന്നെ ഞാൻ രണ്ടാമത് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വേറെ എന്തെങ്കിലും പേര് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇട്ടതാണ്. പാലക്കാട് ജില്ലയിലത്തെ പട്ടാമ്പി എന്നുള്ളതാണ് എൻ്റെ സ്ഥലം. എൻ്റെ വീട് അവിടെയാണ്. ഞാൻ 10 വരെ പഠിച്ചത് പട്ടാമ്പി തന്നെയാണ്. +1 +2 പഠിച്ചത് തൃശ്ശൂരാണ്. അതിനുശേഷം ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. ഒരു 1 ഇയർ ഞാൻ തൃശ്ശൂരിന് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ്. ആൻഡ് കുറേ പേര് ചോദിച്ച വേറൊരു കാര്യമാണ് എൻ്റെ വയസ്സ് അങ്ങനെ ചോദിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ പറയാം കേട്ടോ, എനിക്ക് 26 ആവുന്നു. 90s കിഡ്. പിന്നെന്താ, കുറച്ച് പേരെന്നോട് ചോദിച്ചത് എൻ്റെ ഹൈറ്റ്. അതെന്തിനാന്ന് എനിക്കറിയില്ല, പക്ഷേ ഹൈറ്റ് 163 സെന്റിമീറ്റർ ആണ്. കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്. ഇതിന് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മറ്റേ ദിലീപിന്റെ ഒരു ഈടൊക്കെ വൈറലായില്ലേ, മോൻ ആരെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? എനിക്കാരുമില്ല. പിന്നെ കുറെ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് സെപ്റ്റം എവിടെ നിന്നാണ് വാങ്ങിച്ചത്. അത് മൂക്കുത്തി കളക്ഷൻസ്. എൻ്റെ കയ്യിൽ മൂക്കുത്തി കളക്ഷൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല കേട്ടോ. കാരണം എനിക്ക് ഗോൾഡ് അല്ലാത്ത അല്ലെങ്കിൽ വേറെ മെറ്റൽസ് ഇടുമ്പോൾ മൂക്കിന് ഭയങ്കര പ്രശ്നമുണ്ട്, അലർജിക് ഇഷ്യൂസ് ഉണ്ട് കുറച്ച്. സോ അത് കാരണം ഇതെല്ലാം ഗോൾഡാണ്, അങ്ങനെ ഇടേണ്ടി വന്നതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ അത് കഴിഞ്ഞില്ലേ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കുറെ പേര് ഇഷ്ടപ്പെട്ട കളർ ചോദിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കളർ എന്നൊന്നുമില്ല. എല്ലാ കളേഴ്സും എനിക്കിട്ട ഭംഗി തോന്നുന്ന കളേഴ്സൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേവറേറ്റ് യൂട്യൂബർ ആരാന്ന്. എനിക്ക് പേളിമാണിനെ ഇഷ്ടമാണ്, അതുപോലെ ശരത് ജോയിനെ ഇഷ്ടമാണ്. ശരത് ടോക്സ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചാനലാണ്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഞാൻ ചെയ്യുന്നത്. ഞാനൊരു വീഡിയോ പ്രസൻറ്റർ ആണ്, അതേപോലെ തന്നെ ആങ്കർ ആണ്, MCs ചെയ്യും, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്രൊഫഷൻ. ആൻഡ് ഇപ്പോൾ കുറച്ച് കോണ്ടന്റ് ക്രിയേഷനിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട്. അത്രയേ ഉള്ളൂ. ഏറ്റവും പേടിയുള്ളത് വണ്ടികളാണ്, റോഡാണ്. എനിക്കൊരു ഓൾമോസ്റ്റ് ഒരു 12 ടാറ്റൂസ് എങ്ങാണ്ടുണ്ട്, കുറേ കുഞ്ഞു ടാറ്റൂസ് ആയിട്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഐശു അയ്യർ. ഞങ്ങൾ സ്ഥിരമായിട്ട് പോയിട്ട് എന്ത് മെന്റൽ ബ്രേക്ക് ഡൗൺ വന്നാലും അല്ലെങ്കിൽ എന്ത് വിഷമം വന്നാലും സന്തോഷം വന്നാലും ഞങ്ങൾ പോയി ടാറ്റു അടിക്കും. വീഡിയോ ഒക്കെ കാണുന്ന കുറേ പേര് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്, അവർക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് അപ്പുറത്തെ പറമ്പിൽ ഒരാൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ ഇവിടെ അത് ആലോചിച്ച് എനിക്ക് വയ്യാണ്ടാവുന്ന അത്രയും അൺഹെൽത്തിയാണ് ഞാൻ. അൺഹെൽത്തി പറഞ്ഞാൽ ലോ ഇമ്മ്യൂൺ, അൺഹെൽത്തി എന്നല്ല, ഇമ്മ്യൂൺ ഇല്ലാത്ത ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരില്ല, അങ്ങനത്തെ ഇതിൽ പെടുന്ന ഒരാളാണ് ഞാൻ. കുറേ അസുഖങ്ങളുണ്ട്, സ്ഥിരമായ ഹോസ്പിറ്റൽ വിസിറ്റ്സ് നടത്തുന്ന ഒരാളാണ്. ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എൻ്റെ അടുത്ത് കോമൺ ആയിട്ട് കുറേ പേര് ചോദിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് റെക്കമെൻഡേഷൻസും കാര്യങ്ങളാണ്. അത് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം, Q&A അല്ലാണ്ട്. കുറേ കിളികളുടെ ഒച്ചയ്ക്ക് നിങ്ങൾ കേൾക്കണില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വന്നൊരു കാര്യമുണ്ട്, കുറച്ച് പേര് ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ടും അല്ലെങ്കിൽ കളിയാക്കിയിട്ടൊക്കെ ഇടുന്നൊരു കാര്യം. എന്താണ് ഇങ്ങനെ കഥകളി കളിക്കുന്ന പോലെ വീഡിയോസ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഞാൻ ഈ ഫ്രെയിം വെക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഓഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഭയങ്കര അത് ലോങ് വീഡിയോ ആവുന്ന പോലെയല്ല. നമ്മളൊരു കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാവില്ല നിങ്ങൾക്ക്. അപ്പോൾ മൈക്ക് ഞാൻ വാങ്ങിക്കും. അപ്പൊ അതുവരെ കുറച്ച് നാള് എന്നെ ഇഷ്ടപ്പെടുന്നവർ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എനിക്ക് കറക്റ്റായിട്ടൊരു Q&A എങ്ങനെയാണ് ഹോസ്റ്റ് ചെയ്തത് പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ നെക്സ്റ്റ് ടൈം, ഇതിപ്പോ ഞാൻ ഫസ്റ്റ് ടൈമാ, നെക്സ്റ്റ് ടൈം നിങ്ങൾ കറക്റ്റായിട്ട് ഇതാക്കിയിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി ചോദിച്ച ആൾക്കാരുടെ പേരൊക്കെ വായിച്ച് പറയാം. അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.